നിലമ്പൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ UDF ഗവൺമെൻറ്, പക്ഷേ ഏറെ വേദനാജനകമെന്ന് പറയട്ടെ, ആ വികസന പ്രവർത്തനങ്ങളൊക്കെ 2016 UDF ഗവൺമെൻറ് പോയതോടുകൂടെ അതൊക്കെ ഇന്നും നിശ്ചലാവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ഇപ്പം നിലമ്പൂരിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് കാണാം വടപുറം പാലം. വടപുറം പാലം പെട്ടെന്ന് ഒരൊറ്റ വർഷം കൊണ്ട്, ഒരു വർഷം എടുത്തില്ല, 9 മാസം കൊണ്ട് പണി തീർന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. ഗവൺമെൻറ് ഇറങ്ങിപ്പോരുന്നതിന് മുമ്പ് അതിനെ പണി തീർന്നു. ആ വടപുറം പാലത്തിൻ്റെ ഇടതുഭാഗത്ത് നിലമ്പൂരിലേക്ക് ഗേറ്റ് വേ ഓഫ് നിലമ്പൂർ എന്ന് പറഞ്ഞ വലിയൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു. അവിടെ ഒരു 3D പാർക്ക് അടക്കം ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ വേണ്ടി പദ്ധതി. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു, ടെൻഡർ ചെയ്തു, പ്രവർത്തനം ആരംഭിച്ചു. അത് ഗവൺമെൻറ് ഇറങ്ങിപ്പോകുന്നതിന് ശേഷം അതിൻ്റെ ഫണ്ട് ലാപ്സാക്കി അതിപ്പോഴും തൂങ്ങി നിൽക്കി. നിലമ്പൂരിൻ്റെ ഒരു ചിരകാല സ്വപ്നമാണ് ഒരു ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനൽ തന്നെയാണ്. കാരണം നിലമ്പൂർക്കാർ ബാംഗ്ലൂരിൽ പോകാൻ, മക്കളൊക്കെ ബാംഗ്ലൂർ പഠിക്കും, പക്ഷെ ബാംഗ്ലൂർ പോകണമെങ്കിൽ എവിടെ വേണം? നിലമ്പൂരിൽ നിന്ന് കോഴിക്കോട് വന്നിട്ട് അവിടുന്ന് SKS പോലത്തെ പ്രൈവറ്റ് ബസ് കയറി വയനാട് വഴി വേണം ബാംഗ്ലൂർ പോകാൻ. ഒരു 150 കിലോമീറ്റർ അധികം ചുറ്റിയിട്ട് വേണം ബാംഗ്ലൂരിലേക്ക്. അവിടെ നിലമ്പൂർ ഒരു ഇൻ്റർസ്റ്റേറ്റ് ടെർമിനൽ ഉണ്ടെങ്കിൽ, കാരണം ബോർഡറാണ് നിലമ്പൂർ, ബോർഡർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കർണാടകത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെ. അപ്പോൾ അതിനു വേണ്ടി പദ്ധതി വെച്ച് പൈസ ചിലവഴിക്ക്, പിന്നെ ബിൽഡിംഗ് ഉണ്ടാക്കി, എല്ലാ പ്രവർത്തനം കഴിഞ്ഞ് ഷട്ടർ വരെ ഇട്ട് പ്ലാസ്റ്ററിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് നിൽക്കുക. 2016 UDF ഗവൺമെൻറ് മാറി ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു പൈസ അവിടെ ചിലവഴിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും അത് അതേപോലെ നിലനിൽക്കും. ബൈപ്പാസിന് അന്ന് 36 കോടി രൂപ നീക്കി വെച്ച് അത് ഫണ്ട് കൊടുത്ത് നമ്മൾ ഉദ്ഘാടനം ചെയ്ത് വർക്ക് തുടങ്ങി ബൈപ്പാസ്. ആ 36 കോടിയല്ലാതെ ഒരു നയാ പൈസ പിന്നീട് ഗവൺമെൻറ് എടുത്തിട്ടില്ല. 9 വർഷമായിട്ട് ആ ബൈപ്പാസ് അതേപോലെ നിൽക്കും. മാത്രമല്ല, ആ ബൈപ്പാസിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത ആളുകൾ, അവർക്ക് പൈസയില്ല. അന്ന് UDF കൊടുത്ത കാശല്ലാതെ പിന്നീട് കാശുമില്ല, ഒന്നുമില്ല. അവർക്ക് ആ വീട് വിൽക്കാൻ വയ്യ, ആ വീട് മെയിൻ്റനൻസ് നടത്താൻ വയ്യ, ആ വീട് പണയം വയ്ക്കാൻ വയ്യ, ഒന്നിനും വയ്യാതെ ബുദ്ധിമുട്ട് അനുഭവിക്കും.